ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പട്ടനിലാണ്. അപ്പം ഞാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ച് താങ്ക് യു ഭയ്യ. ഓക്കെ, നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങണേ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ പോണത് ഗുൽമർഗിലേക്കാണ്. അപ്പോൾ ഇവിടെ ടൈമില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങണേട്ടാ, കാരണം ഇപ്പോൾ ഏകദേശം ടൈം ലേറ്റായി. അപ്പം ഞാൻ പോണ ഈ കാര്യങ്ങളൊക്കെ പറയാട്ടാ. അപ്പോൾ പുള്ളി നമ്മളെ ഹില്ലേക്ക് ക്ഷണിച്ചാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര സന്തോഷം സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അവർ നമ്മളെ വീട്ടിലേക്കൊക്കെ ഇൻവൈറ്റ് ചെയ്ത്, ചിലവർ പറയും നമ്മളെ വീട്ടിലേക്ക് വിളിച്ച് ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഭയങ്കര സ്നേഹവും ഉണ്ട്. നമ്മളെ സ്നേഹിച്ച് കൊല്ലണേണ് ഇവർ. അപ്പോൾ അമ്മാതി സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടുന്ന് മാർക്ക് തന്നെ മിസ് ചെയ്യും. കാരണം അമ്മാതിരി നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട് ഇവർ. നമുക്ക് ഒരുപാട് സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഏകദേശം ഗുൽമർഗിലേക്ക് 40-ൽ താഴെയുണ്ട്. അതായത് 40-ഇല്ല 34-35 എത്ര കിലോമീറ്റർ എന്തോ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റൂട്ടാണ് പോകണം. ഇവിടുന്ന് കുറച്ചങ്ങാ പോയിട്ട് ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് എടുത്തതിന് നേരെ പോകുന്നത് ഗുൽമർഗിലേക്കാണ്. ഏകദേശം ടാൻമർഗ് വരെ സ്ലോപ്പായിട്ടുള്ള റോഡാണ്, അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. പിന്നെ അവിടെ നിന്നാണ് കുറച്ച് കയറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീനഗർ പോകണം. സൈക്കിൾ സെറ്റ് ആക്കാനുള്ള ഒരു പ്ലാൻ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പോകണം, ഈ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ കുറച്ച് വാൽനട്ട് വന്നു വിടണം കേട്ടോ. നമ്മുടെ വേറൊരു ബ്രോ ഉണ്ടാകുന്നല്ലോ, ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മീറ്റ് കട്ട് ചെയ്യണ ബ്രോ ഇല്ലേ, ആ ബ്രോൻ്റെ വീട്ടിൽ പോയതാണ്. ആ പുള്ളിയുടെ ഉമ്മ എനിക്ക് തന്നു വിട്ടേണ്ട, കഴിച്ചോളാൻ പറയും, പോകണമെങ്കിൽ കഴിച്ചോ. ഇത് പൊട്ടിച്ച് കഴിക്കണം കേട്ടോ. സാധാരണ നമ്മൾ മേടിക്കുന്നത് പൊട്ടിച്ചതാണ് മേടിക്കുന്നത്, പൊട്ടിച്ച് കഴിക്കണം. അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് പോകാം. നമ്മളങ്ങനെ ഗുൽമർഗിലേക്ക് പോകണ ആ ഒരു എൻട്രൻസ് കയറി കേട്ടോ. അതായത് ഇവിടുന്ന് അത്യാവശ്യം ലോങ് ഉണ്ട്, 40 കിലോമീറ്റർ സംതിങ് ഉണ്ട്, 30 അല്ല കേട്ടോ. അതിപ്പോൾ മാപ്പ് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ഗുൽമർഗ് പോണ റൂട്ട്. വെയിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പണ്ട് നമ്മൾ ഈ വഴി വന്നിട്ടുള്ളതാണ് കേട്ടോ. അതായത് 2022-ൽ ഈ ഒരു വഴി വന്നതാണ്. അപ്പോൾ വല്ലാത്തൊരു ഓർമ്മ ഇവിടെ എത്തിയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ലൊക്കേഷൻ്റെ ഇത്. പിന്നെ അതേപോലെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് നേരെ ടാൻമർഗിൽ നിന്നാണ് പിന്നെ ഷെയർ ടാക്സിയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ടാൻമർഗ് വരെ ഉണ്ടെന്ന് തോന്നുന്നു ബസ് സർവീസ് കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരാളെ കണ്ടേട്ടാ. ഹായ് ബ്രോ, कैसे आप? जी ठीक है। आप किधर का हो? मैं कश्मीर का हूँ। अच्छा अच्छा। आई एम वर्किंग एज एन अकाउंटेंट। ഓ വെയർ? अच्छा। അപ്പോൾ ആൾറെഡി നമുക്ക് ഫ്രൂട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ടാണ്. അപ്പോൾ നമ്മൾ ഗുൽമർഗിലേക്ക് പോകണേ. ഈ റൂട്ടാണ് ഗുൽമർഗിലേക്ക് പോകുന്നത്. कितना दूर है इधर से गुलमर्ग ऑलमोस्ट 25 किलोमीटर। 25 किलोमीटर। कितना दूर स्ट्रेट डिस्टेंस? हाँ स्ट्रेट है, यू कैन गो स्ट्रेट। ഓക്കെ. അപ്പോൾ ആളെ കണ്ടില്ല, നമ്മൾ പോണ വഴിക്കാണ് ആളെ വിളിച്ച് ചേർക്കിയത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ടു കശ്മീർ. താങ്ക് യു. ഇത് ഗുൽമർഗിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ. അതായത് അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. ഈ വഴി നേരെ കേട്ടോ ഗുൽമർഗിലേക്ക് പോകണം. നമ്മളിവിടെ കഴിഞ്ഞ വന്ന ഒരു മെമ്മറിയൊക്കെ ഓർക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യണ്ട കേട്ടോ. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പിന്നെ ഒരു പൊറോട്ടയും കഴിച്ചിട്ടാണ് ഇറങ്ങുക. അപ്പോൾ പിന്നെ 2 ഫ്രൂട്ട്സ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ച്. അപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളുണ്ട്. പോകണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വല്ലതും കഴിക്കാമല്ലോ വെച്ചിങ്ങനെ കേട്ടോ. ഇത് നേരെ കാണുമ്പോൾ ഒരു നല്ല കിടിലം മല കാണുന്നുണ്ട്. നീ ഒന്ന് ക്യാമറയിൽ കാണാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല കേട്ടോ. അടിപൊളിയാണ് കാണാൻ. പിന്നെ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും കുറേ പള്ളികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുപ്പിച്ച് 4 പള്ളിയൊക്കെ വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ ഒരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ സമൂസ, പിന്നെ ഞാൻ കുറച്ച് ജിലേബി ഉണ്ടായിരുന്നു, കുറച്ച് ജിലേബി ഓർഡർ ചെയ്തേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ട് ഇറങ്ങാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഗുൽമർഗിലേക്ക്. എന്നിട്ട് എനിക്ക് കഴിക്കണമെന്ന് തോന്നിയ രാവിലെ നല്ല വിശപ്പുണ്ടാകുന്നു. അപ്പോൾ ഒരു സമൂസ ഓർഡർ ചെയ്ത്, ജിലേബി ഓർഡർ ചെയ്ത്, പിന്നെ ചായ ഓർഡർ ചെയ്തേട്ടാ. പിന്നെ നമുക്കിത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാം കേട്ടോ. ഈ ഒരു കടയിൽ നിന്നാണ് സാധനം മേടിച്ചത്. കഴിക്കാൻ ഞാൻ പുറത്ത് വെച്ചാണ് കേട്ടോ. അപ്പം ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാട്ടാ. ഞാൻ അങ്ങനെ ആ ചായക്കടയിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ചങ്ങാ വന്നപ്പോൾ തന്നെ എനിക്ക് ചവിട്ടി ഭയങ്കര ടയേർഡാണ്. എന്താണെന്നറിയില്ല, ഭയങ്കരമായിട്ട് തളർന്നു ചവിട്ടാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വന്നില്ല, 2 ദിവസമായിട്ട് നമ്മൾ സൈക്കിളൊന്നും ചവിട്ടിയിട്ടില്ല അങ്ങനെ. അപ്പോൾ അതിൻ്റെ ആണെന്നറിയില്ല. പിന്നെ അത് ഇപ്പോൾ നമ്മൾ ഗുൽമർഗ് പോകുന്ന റൂട്ടിലാണ്ടിരിക്കണം. തണലിട്ട് കൊണ്ട് റെസ്റ്റ് എടുക്കാമെന്ന്, കാരണം അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പയ്യെ റെസ്റ്റൊക്കെ എടുത്തിട്ടേ പയ്യെ പോകാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു ORS കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുടിച്ച് ഞാൻ കുറച്ചാക്കി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണ്ടേ പോകുന്നതനുസരിച്ച്. അപ്പോൾ എന്തായാലും കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം.
അപ്പം ഇനി ഏകദേശം ടാൻമർഗിലേക്ക് 21 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെയാണ്, സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. 21 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഇനി 10 കിലോമീറ്റർ കൂടെ ഉണ്ട് ഗുൽമർഗിലേക്ക് കേട്ടോ. ടാൻമർഗ് വരെയും കുഴപ്പമില്ലാത്ത റോഡാണ്, സ്ട്രെയിറ്റ് ആണ്. പിന്നെ ബാക്കി കയറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. JK ടൂറിസം വെൽക്കം യു ഫ്രം മാജിക്കൽ ലൂംസ് ടു കുറച്ചൊക്കെ ഇംഗ്ലീഷിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിലും തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. രണ്ടും കൂടെയുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ. ഞാനിങ്ങനെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണേരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വണ്ടിക്കാരൻ വന്ന് നിർത്തി. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു ഞാൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാൻ, വെള്ളം വല്ലതും. അപ്പോൾ ആള് വണ്ടി തിരിച്ച് അങ്ങോട്ട് പോകണേട്ടാ. അപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കണേ. അപ്പോൾ ആളിത് വണ്ടിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആള് പറഞ്ഞേ ഞാൻ എന്തെങ്കിലും വെള്ളം മേടിച്ചിട്ട് വരാം, വെയിറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പറഞ്ഞു. ഞാൻ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് പോകുള്ളൂ. അപ്പോൾ ആൾ ജ്യൂസ് മേടിക്കാണ്ട് പോയിക്കേട്ടോ. ജ്യൂസ് എന്തോന്നാ പറഞ്ഞാൽ പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വെള്ളം മതി, കുഴപ്പമില്ല. അപ്പോൾ ആൾ മേടിക്കാണ്ട് പോയിക്കേട്ടോ. അപ്പോൾ ഞാനിവിടെ റെസ്റ്റാണ്, കാരണം ഭയങ്കര ടയേർഡാണ്, ചവിട്ടാൻ പറ്റണില്ല, എന്താണെന്ന് അറിയില്ല. പിന്നെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ചും കൂടെ ദൂരമുണ്ട് അങ്ങാടിയൊക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞാൽ ആൾ വന്നു കേട്ടാ. ഇപ്പോൾ അതേ പുള്ളി വളച്ച് പോയി സാധനം മേടിച്ചിട്ട് എന്തോ വന്നേക്കണം, എന്താണെന്ന് അറിയില്ല. സാധനങ്ങളുണ്ടല്ലോ. ഹായ് ബ്രോ, കേസ് किनाम क्या है आपका? मेरा नाम सुहेल है. अच्छा, अरे കഴിക്കാനൊക്കെ മേടിച്ചിട്ടുണ്ട്. താങ്ക് യു ബ്രോ. आप किधर जाएगा? ओह अच्छा, कितना इधर से कितना दूर है ये गुलमर्ग? यहाँ से होंगे 30 किलोमीटर ना. थैंक यू ब्रो. कोई बात नहीं. और कुछ सेवा? नहीं बस से आप इतना. और सब बढ़िया. ओके ठीक है ब्रो. आपका चैनल है क्या? मेरा ट्रैवल बाय यशकर. നമുക്ക് അങ്ങനെ ഒരു സബ്സ്ക്രൈബറിനെ കൂടെ കിട്ടിയിട്ടാ. ആള് സബ്സ്ക്രൈബ് ചെയ്യണ ചാനലിൽ. നമ്മളെ ഗുൽമർഗിലേക്ക് പോകണ വഴി നല്ല കയറ്റം ഉണ്ടാ. നല്ല കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കയറ്റം ഉണ്ട്, കണ്ടില്ലേ. വന്ന റൂട്ട് മുതൽ കയറ്റമാണ്. അപ്പം ഇനി ടാൻമർഗ് എത്തിക്കഴിഞ്ഞിട്ടും ഭയങ്കര കയറ്റമായിരിക്കും കേട്ടോ. അതായത് ടാൻമർഗ് എത്തിയിട്ട് ഫുള്ളിങ്ങനെ റൗണ്ട് പോലത്തെ കയറ്റമാണ്. എന്തായാലും നമുക്ക് പോവാം. നല്ല വെയിലാണ് കേട്ടോ, ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാട്ടെ. ഞാൻ റെസ്റ്റ് എടുത്താണ് പോണത്. കാരണം വേറൊരു റൂട്ട് ഉണ്ടായിരുന്നു. ആ റൂട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ മുമ്പേലും നമ്മൾ ടാൻമർഗ് എത്തിയേനെ. ഇപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയി, കാരണം അത്യാവശ്യം കിലോമീറ്റർ കൂടുതലാണ് ഇപ്പോൾ. അപ്പോൾ കണ്ടില്ലേ, വെയിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുത്ത് പയ്യെ കയറണം. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈകിട്ടൊക്കെ ആയിട്ട് എന്തായാലും എത്തുമ്പോൾ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് മൊത്തം കണ്ടിട്ട് നമ്മൾ വൈകിട്ടൊരു 5-6 മണിയൊക്കെയുമ്പോൾ ഇറങ്ങാമല്ലാന്ന് വെച്ചിരിക്കണേ. അപ്പോൾ അതിന് മുമ്പ് എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ നോക്കാം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ഇടാട്ടോ. നമുക്ക് അവിടെ എവിടെയെങ്കിലൊക്കെ തങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അത് പോണേണ്ട. അപ്പോൾ ആളപ്പോൾ വീട്ടിലേക്കാണ്. അപ്പോൾ എന്നെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തായിരുന്നു. എന്നോട് പറഞ്ഞ് വീട്ടിലേക്ക് പോവാം, ഭക്ഷണം കഴിക്കാൻ, അവിടെ റെസ്റ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇത്രയും നമുക്ക് സാധനങ്ങളൊക്കെ തന്നില്ലേ. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വെച്ചിങ്ങനെ. അപ്പോൾ ഇത് ആൾ വളച്ചാണ്ട് വന്നു. അവിടെ നിന്ന് ഇങ്ങനെ യൂട്ടേൺ എടുത്ത് ഇവിടുന്ന് യൂട്ടേണൊക്കെ എടുത്തിട്ടുണ്ടോ. ഓക്കെ ടീക്കേ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം അവിടെ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇൻഷാല്ലാ പോകണ ഈ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ ടാൻമർഗ് എത്താൻ വേണ്ടി 2-3 കിലോമീറ്ററാണ് കേട്ടോ. ഇങ്ങടേക്ക് വന്ന വഴി ഭയങ്കര കയറ്റോട്ടെ. ഞാൻ വെച്ച് പ്ലെയിൻ റോഡ് വന്നിട്ട് ഗുൽമർഗ് കയറുന്ന വഴിയാണ് കയറ്റം എന്ന് വെച്ചാൽ. പക്ഷേ കയറ്റം ഉണ്ടോ, ഭയങ്കര കയറ്റമാണ്. ഈ വഴി വന്ന കൂട്ട് ഭയങ്കര കയറ്റം ഉണ്ടോ. പിന്നെ ഇവിടെ വന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു കനാൽ ഒഴുക്കുന്നുണ്ട് കേട്ടോ. എന്തില്ലേ ഒഴുകി പോണത് നേരെ അങ്ങാടേക്ക് കണ്ട. അതായത് അവിടെ നിന്ന് ഇവിടെ ഒരു വെള്ളച്ചാട്ടം തോന്നണം, അറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. ഞാൻ പയ്യെ റെസ്റ്റ് എടുത്താണ് പോകണത്. കാരണം ഭയങ്കര രീതിയിൽ ടയേർഡാണ്ട്. എനിക്ക് തോന്നുന്നു 2 ദിവസം സൈക്കിൾ ഔട്ടാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. ഭയങ്കര രീതിയിൽ ടയേർഡാണ്ട്. പയ്യെ റെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് മിക്കവാറും ഗുൽമർഗ് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ പോകുന്നതിക്ക് എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ച് ഇവിടെ ചെറിയ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ച കേട്ടോ. അതായത് നല്ല മൗണ്ടൻ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇവിടെ കഴിഞ്ഞാൽ സെറ്റപ്പാണ്. പിന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ലേ
അത് എവിടുന്നാ ഒഴുകി വന്നേന്ന് അറിയില്ല കേട്ടോ. നല്ല ഭയങ്കര ലോങ്ങിൽ നിന്നാണ് ഒഴുകി വന്ന. വന്ന വഴിക്കൊക്കെ ഞാൻ കണ്ട കേട്ടോ ഒഴുകി പോകണം. ചെറിയൊരു ഒരു ഇതാണ്ട കനാൽ, ഒരു എന്താ പറയുക കനാൽ എന്ന് പറഞ്ഞാൽ പറയാം, ചെറിയൊരു കനാലാണ്. ഇവിടെ നേരെ അറ്റം വരെ പോകണ്ട കേട്ടോ. അപ്പോൾ അത് എവിടെ നിന്നാണ് ഒഴുകണമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും പോകണ വഴിക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല, ഇന്ന് മിക്കവാറും ഗുൽമർഗ് നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങണേ കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തത്. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വൈകിട്ടായി. ഇപ്പോൾ അത്യാവശ്യം കാലാവസ്ഥ നല്ല തണുപ്പുണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ടീഷർട്ട് ഇട്ടേക്കണം, അല്ലെങ്കിൽ ഇനി വണ്ടിയിൽ നിന്ന് സൈക്കിളിൽ നിന്ന് ഫുള്ള് സാധനങ്ങൾ അയച്ചിട്ട് നമ്മുടെ ജാക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ ഒന്ന് ഫ്രണ്ട്, അതായത് നമുക്ക് ടാൻമർഗ് പോകാം. ടാൻമർഗ് എന്നിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. ഏകദേശം നല്ല ടയേർഡ് ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര റെസ്റ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ ടാൻമർഗ് എത്തി കേട്ടോ. ഇതിപ്പോൾ ടാൻമർഗ് ആണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് 11-12 കിലോമീറ്റർ ഉണ്ട് ഗുൽമർഗിലേക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇന്ന് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള പരിപാടി നോക്കണം. വരെ പെട്രോൾ പമ്പ് ആരെയും എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് ആരെയും നോക്കാമെന്ന് വെച്ച് കിട്ടാം. ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റപ്പ് നോക്കണം. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ജാക്കറ്റ് ഇടേണ്ടി വരും തോന്നുന്നത്, അറിയില്ല. അപ്പോൾ നോക്കാം. എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകാം നമുക്ക് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിലേക്ക് ഒരു വഴി പോകുന്നുണ്ട്, അത് ഏതാണെന്ന് എനിക്കറിയില്ല. എന്താണ് ഫിറോസ്പൂർ അങ്ങനെ എന്തോ പേരാണ് അതിൻ്റെ കാണുന്നത്. അപ്പോൾ ഇവിടെ ലൊക്കേഷനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം. നമ്മളിപ്പോൾ വന്ന വഴിക്ക് 2-3 പേരോട് ഞാൻ ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞ് ജസ്റ്റ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ചോദിച്ചു തന്നെ ഇവിടെ പാർക്ക് എന്തുകൊണ്ട്, അപ്പോൾ അവിടെ പെർമിഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഇവിടെ ഒരു ടാൻമർഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറ്റേ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. പിന്നെ ഇവിടെ ഒരു ഡ്രങ്ക് വാട്ടർഫാൾ എന്ന് പറഞ്ഞ വാട്ടർഫാൾ ഉണ്ട്. ഇവർ പറഞ്ഞത് അവിടെ പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞത്, കാരണം വിൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഇത് ഫ്രീസായിട്ടിരിക്കണം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. 3 കിലോമീറ്റർ ഉള്ളൂ, ഇറക്കം പിന്നെ കയറ്റമാണ്. അതായത് 3-6 കിലോമീറ്റർ എന്തായാലും ടൈമുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. ഈ വഴിയാണ് നേരെ എന്നിട്ട് അവിടെ ലെഫ്റ്റ് എടുക്കുക. അവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയുടെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ പോകണ വഴി കാഴ്ചകളൊക്കെ കാണാം. നമ്മൾ വന്ന വഴിക്ക് ചെറിയ രീതിയിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിച്ചേട്ടാ, പക്ഷെ നല്ല വിശപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരാൾ ഇതേ ഫുഡ് കുറച്ച് ഐറ്റംസ് ഉണ്ടെന്ന്. ഹായ്. You can follow me Okay. and have a cup of tea at my home. Oh, sure. Let's come. Okay. അപ്പോൾ ആൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആളുടെ പുറകെ ചെന്നിട്ട് ചെല്ലാന്നിട്ട് ഞാൻ പറയാട്ടെ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആളുടെ വീട്ടിലേക്ക് വന്നേക്കണ്ടത്. ആളുടെ ഹായ്. Hi. नाम क्या है आपका? Zahid. Zahid. Bilal. ये आपका? He is my friend. Friend. Okay. Elder brother. Did you like that? He's my elder brother. Okay. Hi. Hi, Karuzera. ഹായ്. ഇതുണ്ട് അപ്പോൾ ആളുടെ വീടാണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഡ്രങ്ക് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകട്ടെ. कितना दूर है इधर? 3 किलोमीटर. इधर से पूरा नीचे नहीं, आपको वो रोड जहाँ से आपने डाउन किया वहाँ से एक ऊपर से निकलता है. ओके. तो यू स्टार्ट फ्रॉम हियर थ्रू दिस फॉरेस्ट. अच्छा. कैसे उधर इस टाइम ठंड होगी वहाँ पे. ठंड है ना. शॉप्स थोड़ी मिलेंगी वेंडर टाइप के. നമ്മളിപ്പോൾ അകത്തേക്ക് അവർ ക്ഷണിച്ചേക്കുന്നുണ്ട്. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചായ പിന്നെ കേക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് പേരുണ്ട്. അപ്പോൾ യുവർ ഫാമിലി? യുവർ ബ്രദർ? ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വേറെ എന്തോ വർത്തമാനത്തിലാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഡ്രങ്ക് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകട്ടെ. അവിടെ ഇവിടെ വലിയ ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഡ്രങ്ക് വാട്ടർഫാളിൽ, കാരണം സീസൺ അല്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ടെ ഇവിടെ നിന്ന് ഇറങ്ങാം. നല്ല സബ്സ്ക്രൈബർ കിട്ടിയേട്ടാ നമുക്ക്. Always, anytime. അപ്പോൾ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. സൈക്കിള് വിളിച്ചിട്ടുണ്ട്. Anytime. Okay. Call me if you have any trouble. Okay, sure. Okay.
ഞാൻ വന്നൊഴിക്ക് ആ പുള്ളീനെ കണ്ടാട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പുള്ളി ഞാൻ വീട്ടിൽ വന്ന് ചായ കുടിച്ച്, കാരണം ഒന്നാമത്തെ ദിവസം ഞാൻ വിശന്നിരിക്കുകയാണ്. ഞാൻ അപ്പം നോ പറയാൻ നിന്നില്ല. കാരണം വന്നൊഴിക്ക് കഴിക്കാമല്ലാന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ ആ സമയത്ത് കഴിക്കാനുള്ള ഒരു ഇതുണ്ടാകുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര ടയേർഡായിപ്പോയി. കാരണം ഫുഡിൻ്റെ എല്ലാം തോന്നണം, അറിയില്ല എന്ത് പണ്ടാരൊന്നും അറിയില്ല. അപ്പോൾ അവർ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിക്കാൻ പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് ഈ ഒരു റൂട്ടാണ് ഷോർട്ട് കട്ട് എടുത്താൽ വന്നേക്കണം. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വേണം പോകാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിപ്പോയത് പുള്ളിയുടെ അടുത്തേക്ക്. കാരണം ഈ ഒരു കയറ്റം കയറണ്ടല്ലാന്ന് വെച്ചിട്ട് പുള്ളി എന്നോട് ആ വഴി പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ ഈ വഴി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറിയാണ്ട് നമുക്ക് പോകാനുള്ള. അപ്പോൾ ബ്രേക്ക് പിന്നെയും ലൂസായിട്ടുണ്ട്, ഒന്ന് ടൈറ്റ് ചെയ്യണം. പിന്നെ ഇപ്പുറത്തേക്ക് വെക്കുമ്പോൾ ആ ഒരു മലയുടെ അവിടെ നിന്നൊക്കെ ഭയങ്കര വെയിലും കാര്യങ്ങളും തോന്നിക്കുന്നുണ്ട്. 12. ഇപ്പം നമ്മുടെ ഇവിടെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളുണ്ട്. രാത്രി എന്തായാലും നല്ല തണുപ്പായിരിക്കും. ഞാനപ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഫ്രണ്ടിൽ ഒരു ഗുരുദ്വാറുണ്ട്. ഞാൻ ആദ്യം കണ്ടത് ഗുരുദ്വാറാണ്. അപ്പോൾ അവർ ഞാൻ ജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവിടെ കിടക്കാനുള്ള സെറ്റപ്പില്ല, അവിടെ ടെൻ്റ് അടിക്കാനുള്ള പുറത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ അവർ സമ്മതിച്ചില്ല. അപ്പോൾ പള്ളി ചോദിച്ചില്ല. അപ്പോൾ പള്ളിയിലൊന്ന് ചോദിച്ചു നോക്കണം. അപ്പോൾ അതിൻ്റെ വഴിക്ക് പള്ളിയിൽ കയറി ചോദിക്കാമെന്ന് വെച്ചിരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം കുതിരകൾ കുറേ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് 2 ഇവിടെ ഇപ്പോൾ 4 ഇവിടെ 2 കേട്ടോ. അല്ല കുതിരയുടെ മേലിൽ പോയാലെന്ന് ആലോചിക്കാനാണ്. സൈക്കിൾ ഭയങ്കര കയറ്റമുണ്ട് കേട്ടോ. ഈ റോഡ് നേരെ പോയിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി പിന്നെ ആ ഒരു കയറ്റം കയറിയാണ് പോകേണ്ടത്. ഇതേ വണ്ടിയൊക്കെ വന്നത് കേട്ടോ. കാരണം കുറേ പേര് ഇപ്പം അങ്ങോട്ട് പോകണ്ട കേട്ടോ കാണാൻ വേണ്ടി. പോയി തിരിച്ചു വന്ന ആൾക്കാരാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കിടിലം പ്ലേസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. ഏകദേശം ഇപ്പം ഇരുട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ എത്തണം. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് നേരെ അങ്ങോട്ടും ഫ്രണ്ടിലേക്ക് പോകട്ടോ. ഞാനേ സൈക്കിൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഒതുക്കി കേട്ടോ. അപ്പുറത്ത് വേറെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ടിൻ്റെ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സ്ഥലം കണ്ടുകൊണ്ട് ഞാൻ ഒതുക്കി നിർത്തി കേട്ടോ. അപ്പോൾ ഇവിടെ CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ. എനിക്കൊന്ന് വേസ്റ്റ് ചെയ്യുന്ന പിടിക്കാനാണെന്ന് തോന്നുന്നത്, അറിയില്ല. അപ്പോൾ ഞാനേ ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. സ്ഥലം എന്ന് പറയാനുള്ള വലിയ ഇതൊന്നുമില്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. കാരണം ഞാൻ വിചാരിച്ച് ഇവിടെ ചെറിയ വാട്ടർഫാൾ ഉണ്ട് ഇവിടെ. പിന്നെ അവിടെ നിന്ന് മലയിൽ നിന്ന് എന്തോ ആ വാട്ടർ എനിക്ക് തോന്നുന്നത് ഡ്രങ്ക് വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് എന്തോ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൈപ്പാണ് ഇവിടെ നിന്ന് താഴത്തേക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ പോണത്. പിന്നെ വെള്ളം ഓൾറെഡി പോകുന്നുണ്ട്, അല്ലാണ്ട് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ ലീക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പൊങ്ങി വയ്ക്കണം. ശരിക്കും ഇതിപ്പോൾ വിൻ്റർ ടൈം ആണെങ്കിൽ, അതായത് നവംബർ ഡിസംബർ ടൈം ആണെങ്കിൽ പൊങ്ങണ ഇതൊക്കെയല്ലേ, ഇതിങ്ങനെ വീണ് ഇങ്ങനെ എന്താ പറയുക മല പോലെ ഇങ്ങനെ മണ്ണ് ഇതായി കിടക്കും കേട്ടോ. അപ്പം അങ്ങനെ സെറ്റാകും. ശരിക്കും ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഡ്രങ്ക് വാട്ടർഫാൾസിൻ്റെ അവസ്ഥ അതാണ്. വിൻ്റർ ടൈമിൽ കാണാൻ അടിപൊളിയാണ് ആ ടൈമിൽ. ഞാൻ ഇതിനു മുമ്പ് എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം ഞാൻ ഗുൽമർഗിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഇന്ന് ഗുൽമർഗ് കയറാതാ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ 3 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി കയറ്റം വന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിറക്കും കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മ അങ്ങനെ ഡ്രങ്ക് വാട്ടർഫാൾസ് എത്തിയേട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാട്ടാ ശരിക്കും ഡ്രങ്ക് വാട്ടർഫാൾ. ഏകദേശം നവംബർ ലാസ്റ്റ്, അതായത് ഡിസംബർ ആ ടൈമൊക്കെ ആകുമ്പോൾ ഫുള്ള് ഫ്രീസ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഫ്രീസായി ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്താണ് തണുത്തുറച്ചിരിക്കും, അങ്ങനത്തെ ഫീലാണ്ട കാണാൻ. അപ്പൊ ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടേക്കുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇവിടെ കടയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് ക്ലോസ് ആണെന്ന് തോന്നട്ടാ. പിന്നെ ആകെയുള്ള ഈ ഒരു പാനിപ്പൂരി ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. അപ്പൊ വന്നോയ്ക്ക് ഇയാളെ കണ്ടേണ്ട. അപ്പൊ ആളെ ഞാൻ പരിചയപ്പെടുത്തേടാ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് കണ്ടിട്ടേ കുറച്ചായിട്ട് കൊണ്ട് ഇറങ്ങണം. കാരണം ഞാൻ ഇവിടെ എവിടെയെങ്കിലും പോണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഹോൾട്ട് ചെയ്യാലാന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ ഇവര് പറഞ്ഞു ഇവിടെ ഹോൾട്ട് ചെയ്യണ്ട, ഇവിടെ എന്താ മൃഗങ്ങൾ എന്തോ ഉണ്ടെന്ന് പറയാൻ. അപ്പൊ ചിലപ്പോ പണി കിട്ടും, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ അവിടെ പോണേക്ക് ഒരു മുസ്ലിം പള്ളി ഉണ്ടല്ലോ, അവിടെ അവരോട് ചോദിച്ചിട്ട് അടിക്കാലാന്ന് വെച്ചിരിക്കണം. അവിടെ നല്ല വിശാലമായ പറമ്പല്ലേട്ടാ. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ എനിക്ക് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ്ട്. അതായത് ഇവിടെ ഇന്നലെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടാ. തെറ്റാണ്, നമ്മ വന്ന വഴിയാണ്ടാ കാണുന്ന. ഇപ്പൊ നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ഇതിട്ടാണ്. ഇവരും എല്ലാരും സാധാരണ നോർമൽ ഡ്രസ് ആയിട്ടേക്കാണ് കേട്ടാ. കാരണം ആ മേലിന്ന് ഇങ്ങനെ വന്നതാണ്ടാ. ബെസ്റ്റാണ് കാണാൻ. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് പോണ വെള്ളമാണ് നമ്മ നേരത്തെ കണ്ടില്ലേ പൈപ്പില് പോണത്. എനിക്ക് തോന്നുന്നു ഇവിടെ നേരെ ഒഴുകി ചെന്നിട്ട് അവിടുന്ന് പൈപ്പ് കണക്ഷൻ എന്തോ കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് അങ്ങാടേക്ക് വെള്ളം കാര്യങ്ങളൊക്കെ എത്തണമെന്ന് തോന്നുന്നുണ്ടോ.
പിന്നെ അതേപോലെ ഇവിടെ നിന്ന് വേറെ എങ്ങാടൊക്കെ പോകേണ്ട സ്ഥലങ്ങൾ കാണിക്കാണ്ട് എനിക്ക് തോന്നുന്നു അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ അങ്ങാട് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വേറെ ഏതോ പ്ലേസ് ആണ്ടാ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് അടിക്കണം അല്ലെങ്കിൽ അവിടെ അടിക്കണമെന്ന് വിചാരിക്കുന്നത്. കാരണം അവിടെ അടിച്ചു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ഇത്രയും കയറ്റം കയറണ്ട. അവിടെ നിന്ന് തന്നെ നേരെ ഗുൽമർഗ് പോവാം. അത് ഗുൽമർഗ് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ തിരിച്ച് എനിക്ക് എവിടെയാണ് ശ്രീനഗർ എല്ലാം അങ്ങനെ വിചാരിച്ചിരിക്കുന്നേട്ടാ. നമ്മള് വന്ന വഴിക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ ഒരാളെ പരിചയപ്പെടുത്ത. ഹായ് ബ്രോ. I'm good. I'm fine. Where from you? I'm Kerala. You are from? I'm from Srinagar itself. Oh, you are going Gulmarg? No, I come from the Gulmarg. Gulmarg. And where you now? I'm going back to my home. I'm residing in Srinagar. Srinagar. Okay. How long you are on cycle? Kerala to all India. Yeah. നമ്മളങ്ങനെ ഡ്രങ്ക് വാട്ടർഫാളിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയേട്ടാ. ഇവിടെ ഉണ്ട് കേട്ടാ നമ്മളെ ഡ്രങ്ക് വാട്ടർഫാൾ. ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് കടന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ. എനിക്ക് കയറ്റമുണ്ട് അങ്ങാടേക്ക്, കുറച്ചങ്ങാട് കയറ്റമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇറക്കമുണ്ട്. നമ്മൾ വന്ന വഴിക്ക് കുറേ കയറിയല്ല, ആ ഇറക്കം മൊത്തം ഇനി ഇറങ്ങണം. അങ്ങനെ നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. ഞാനിപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ടെൻ്റ് അടിച്ചേട്ടാ. ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഉണ്ട് ഞാൻ സൈക്കിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ഇതിൻ്റെ ഷോട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് വെളിച്ചമില്ല ഇവിടെ. ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഇത് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ ഇവിടെ പള്ളിയിലാണ്. പള്ളിയുടെ ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അവിടെ ടെൻ്റ് അടിച്ചത്. ഈ ഒരു പള്ളിയുണ്ട്, ഈ ഒരു പള്ളിയിലാണ് അടിച്ചത്. കാരണം ഇപ്പോൾ ലൈറ്റ് വളരെ കുറവാണ്, അപ്പോൾ അതാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ സൈക്കിൾ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം. എന്നിട്ട് ഇവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ തന്നെ ഓരോ ആൾക്കാർ വരും. അപ്പോൾ എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഉറങ്ങാം. നമ്മളിപ്പോൾ ടാൻമർഗിലെ ഒരു സ്ട്രീറ്റാണ്, അതായത് ഇവിടെ ഗുൽമർഗ് പോണ റൂട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കണം. ജസ്റ്റ് നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മൾ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ കുറേ കടകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കടകളൊക്കെ നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാണ്ട് വന്നപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയേട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു വെജ് കറിയാണ്ട, മിക്സ്ഡ് വെജ്. അപ്പോൾ ഇതും കഴിക്കാമല്ലാന്ന് വെച്ച്. കാരണം ഇത് ഇവിടെ എല്ലായിടത്തും നല്ല റേറ്റാണ്. അപ്പോൾ തൽക്കാലം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. പിന്നെ നേരെ പള്ളിയിൽ പോകണം, അപ്പോൾ നിസ്കരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാൻ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാട്ടോ. കാരണം എല്ലായിടത്തും ചോദിച്ചു നോക്കി നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ അധികം റേറ്റ് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഇവിടെ നിന്ന് കഴിക്കാമല്ലാന്ന് വെച്ച്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇത്രയും റേറ്റ് വരാൻ കാരണം അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വന്നല്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇമാർ ഇത്രയും റേറ്റ് വന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് മെയിനായിട്ട്. ഇനി ഗുൽമർഗിൽ ഇതിനും വലിയ റേറ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടെ പള്ളിയിലൊക്കെ വന്നിട്ട് നിസ്കാരമൊക്കെ ഇനി ഇങ്ങോട്ട് ടെൻറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ്. പിന്നെ കിടക്കാമല്ലാന്ന് ചോദിച്ചു. കാരണം ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ പുലിയൊക്കെ വരും, മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ശരിക്കും അവിടെ മേലിൽ ആ മലയാളം അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ചെയ്യേണ്ട, റിസ്ക്കാണ്, കാരണം അവിടെ മൃഗങ്ങളൊക്കെ ഇറങ്ങണേന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫുള്ള് ഇവർ കെട്ടി ഇതാക്കി വെച്ചേക്കണേ കേട്ടോ. അവിടെയൊക്കെ ഫുള്ള് ഇതാക്കി വെച്ചേക്കണേ. അപ്പോൾ ഞാൻ ആലോചിക്കണേ എങ്ങനെയാണ് പുലിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ വന്നതെന്ന് ഞാൻ ആലോചിക്കണം. പുള്ളി എന്നോട് ഇപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ പുള്ളി പോയി. അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം വീഡിയോ കുറച്ചുള്ളൂ ഇന്ന്. കാരണം നമ്മൾ അങ്ങനെ അധികം കറങ്ങാൻ പറ്റിയില്ല. ഗുൽമർഗ് പോകാമെന്ന് വെച്ചാണ്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പോകും. അപ്പോൾ ഞാൻ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തേക്കണം കേട്ടോ. അവിടെ അറ്റത്താണ് എൻ്റെ ടെൻറ്റ് അടിച്ചേക്കണം. അപ്പോൾ എന്തായാലും ക്യാമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ രാവിലെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.